വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി 3 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.5 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു വീട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 650 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 6.8 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും സംരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും കാക്കനാടേക്ക് 12 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.4 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ടെക്സ്ചർ പെയിന്റ് വർക്കുകളും ലൂവാടി ഡിസൈനിലുള്ള പാനലിംഗ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററിലധികമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും CNC കട്ടിംഗ് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. കൂടാതെ KW വാട്ടർ കണക്ഷനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. കിച്ചണിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് നാനോ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. 2 പാളിയായിട്ടാണ് വരുന്നത്. വുഡൻ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്ത് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിൽ ലഭിക്കുന്നുണ്ട്. ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഡെക്കർ സ്പേസ് സ്റ്റോറേജും ഒക്കെ നൽകി ഭംഗിയായി തന്നെയാണ് TV യൂണിറ്റ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയറിന്റെ ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷനും ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടർ ആണ് വരുന്നത്. വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. സ്ലൈഡിംഗ് ഡോർസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ഓപ്പൺ കിച്ചൺ വരുന്നത്. റിമൈനിങ് പോർഷനിൽ ഭംഗിയായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും വീഗാന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡായിട്ട് മഹാഗണിയും ആഞ്ഞിലിയുമാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. നാനോ ഗ്രാനൈറ്റിലാണ് വരുന്നത്. കൗണ്ടർ സ്പേസിന്റെ ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ബോക്സും സ്റ്റോറേജും വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ഒരു ഷെൽഫ് ലഭിക്കുന്നുണ്ട്. മുകളിൽ പാനലിംഗിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ് സൈഡ് ടേബിൾസ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകി ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് എത്തുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്
യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഭംഗിയായിട്ടാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് മാറ്റാവുന്നതാണ്. ഈ റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ബെഡ് സൈഡ് ടേബിൾസ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് മറ്റൊരു കോർണറിലേക്ക് മാറി 2 ഡോറിന്റെ ഒരു വാൾഡ്രോബും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫും വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. 3 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും 2 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 79 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സേസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.